ഹായ് സുഹൃത്തുക്കളെ, സ്റ്റെനോഗ്രാഫർ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് വീണ്ടും ഒരു പരീക്ഷ വരികയാണ്. അപ്പോൾ കഴിഞ്ഞ പരീക്ഷയുടെ ഒരു റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് കഴിഞ്ഞ ഉടനെ ഈ പരീക്ഷ നടത്തി അതിൽ നിന്ന് റാങ്ക് ലിസ്റ്റ് വന്ന് നിയമനങ്ങളൊക്കെ വരാനുള്ള നടപടിക്രമങ്ങളാണ് PSC എടുക്കുന്നത്. അപ്പോൾ ഇത് വിവിധ കമ്പനി കോർപ്പറേഷൻ അവിടത്തേക്കൊക്കെയാണ് ഇത് നിയമനം വരിക. അതുകൊണ്ട് തന്നെ കുറേയധികം വേക്കൻസികൾ വരാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. നിലവിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പരീക്ഷയ്ക്കായിട്ട് ഇപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്ത് ജനുവരി 1 വരെയാണ് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുക. പക്ഷേ അത്രയും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, നേരത്തെ തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുക. ആപ്ലിക്കേഷൻ കൊടുത്ത് നന്നായിട്ട് പഠിച്ചു തുടങ്ങേണ്ട സമയമാണിത്. അപ്പോൾ നോട്ടിഫിക്കേഷനിലേക്ക് ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. അതിനു മുന്നേ പറയട്ടെ, I+ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഇൻറ്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ഒരുക്കുന്നുണ്ട്. വളരെ ചെറിയ ഫീസിൽ I+ന്റെ കോഴ്സിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാം. ക്ലാസ്സുകളുടെ ട്രയൽ ക്ലാസ്സുകളും മറ്റുമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കാണാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ നമ്പറുകൾ വിളിച്ച് ചോദിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക, 434/2024 എന്നുള്ളതാണ് ഈ ഒരു പരീക്ഷയുടെ കാറ്റഗറി നമ്പർ. അപ്പോൾ എവിടത്തേക്കാണ് നിയമനം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഓൺഡ് കമ്പനി, ബോർഡ്, കോർപ്പറേഷൻസ്, സൊസൈറ്റീസ്, ലോക്കൽ അതോറിറ്റീസ്, അതായത് ഇത്രയും സ്ഥലങ്ങളിലേക്ക് വിവിധ കോർപ്പറേഷനുകളുണ്ട്, സർക്കാരിന് കീഴിൽ വരുന്ന വിവിധ ബോർഡുകളുണ്ട്, കമ്പനികളുണ്ട്, ലോക്കൽ അതോറിറ്റികളുണ്ട്, അതേപോലെ സൊസൈറ്റികളുണ്ട്. ഇവിടത്തേക്ക് ഉള്ള നിയമനങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെന്റിലൂടെ വരുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ സാലറി സ്കെയിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിരിക്കും. ഇപ്പോൾ ഏത് കോർപ്പറേഷനിലാണോ നിങ്ങൾക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഏത് ബോർഡിലാണോ നിങ്ങൾക്ക് കിട്ടുന്നത്, അവിടുത്തെ അവർ നിശ്ചയിച്ചിട്ടുള്ള സാലറി സ്കെയിലാണ് ഇതിന് ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി നെയിം ഓഫ് ദ പോസ്റ്റ് ശ്രദ്ധിക്കുക, സ്റ്റെനോഗ്രാഫർ അല്ലെങ്കിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്. ഇതാണ് ഇതിൻ്റെ ഈ തസ്തികയുടെ ഒരു പേര്. ബേസിക്കലി LD ടൈപ്പിസ്റ്റുമായിട്ട് സിമിലർ ആയിട്ടുള്ള സിലബസ് തന്നെയാണ് ഇതിനും വരിക. ഇനി നമ്പർ ഓഫ് വേക്കൻസീസ് ഇവിടെ എടുത്ത് പറയുന്നില്ല, ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. എങ്കിലും ഇത്രയും സ്ഥലങ്ങളിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു സംഖ്യ തന്നെ നമുക്ക് വേക്കൻസി ആയിട്ടും അല്ലെങ്കിൽ അഡ്വൈസ് പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി ലാസ്റ്റ് ഡേറ്റ് ജനുവരി 1 വരെ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക, 36 വയസ്സ് വരെയുള്ളവർക്ക് പരീക്ഷയ്ക്കായിട്ട് അപേക്ഷിക്കാം. 18 മുതൽ 36 വയസ്സ് വരെ, 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് ഇതിൻ്റെ ഒരു ഏജ് ലിമിറ്റ്. കൃത്യമായിട്ട് ഡേറ്റ് ഓഫ് ബർത്തും പറയുന്നുണ്ട്. 2/1/1988 മുതൽ 1/1/2006 ഈ 2 ഡേറ്റ്സ് ഇൻക്ലൂഡഡ് ആണ്. ജനറൽ കാറ്റഗറിയിലാണ് ഈ ഒരു ഏജ് ലിമിറ്റ്. SC ST അല്ലെങ്കിൽ OBC ഒക്കെ ആണെങ്കിൽ അതനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷന്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. ഇനി ക്വാളിഫിക്കേഷനിലേക്ക് പോകാം. ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്? SSLCയിൽ നമ്മൾ SSLC ഉണ്ടാവണം, 10ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ ഉണ്ടാവണം, KGT അല്ലെങ്കിൽ MGT ഉണ്ടാവണം. അതിൻ്റെ ഇക്വലന്റ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇക്വലന്റ് ആയിട്ട് ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ. ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് ഹയറും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. KGT MGT ആണ് സർട്ടിഫിക്കറ്റുകൾ ഏതെങ്കിലും ഒന്ന് വേണം, അല്ലെങ്കിൽ അതിൻ്റെ ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ ഇത് മൂന്നുമാണ് ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. കഴിഞ്ഞ തവണ ഈ 3 ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടാണ് റിക്രൂട്ട്മെന്റ് നടന്നത്. കഴിഞ്ഞ തവണത്തെ റിക്രൂട്ട്മെന്റിൽ കുറച്ച് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസും അക്സെപ്റ്റ് ചെയ്തിരുന്നു. അത് ഏതൊക്കെയാണ് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസ് എന്ന് നമുക്ക് നോക്കാം. അത് ഈ നോട്ടിഫിക്കേഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. KGT ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ, അതിൻ്റെ ഇക്വലന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് BHSC ഓഫീസ് സെക്രട്ടറിഷിപ്പ്, ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ സെക്രട്ടേറിയൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ ഷോർട്ട് ഹാൻഡ് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ്. ഇതുള്ള ആളുകൾക്ക് ഈ ഡയറക്റ്റ് ആയിട്ട് ഈ KGT സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും ഇത് വെച്ചിട്ട് അവരുടെ യോഗ്യത, നിങ്ങൾക്ക് ഈ യോഗ്യത ഉണ്ടെങ്കിൽ ഇതിന് ഇക്വലന്റ് ആണെന്ന് സ്ഥാപിച്ചുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് ഹയർ സർട്ടിഫിക്കറ്റിന് പകരമായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന മുകളിലെ അതേ കോഴ്സുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, ആ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഇക്വലൻസി ക്ലെയിം ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്വാളിഫിക്കേഷനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായി കാണുമെന്ന് കരുതുകയാണ്. ഇനി കഴിഞ്ഞ തവണത്തെ റിക്രൂട്ട്മെന്റിന്റെ കാര്യം കൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കഴിഞ്ഞ തവണ ഈ പരീക്ഷ നടന്ന ശേഷം ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത് 2022 ഓഗസ്റ്റിലാണ്. അപ്പോൾ 2025 ഓഗസ്റ്റ് വരെയാണ് ഈ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. അപ്പോൾ അപ്പോഴേക്ക് ഈ പരീക്ഷ വരുള്ളൂ. ഈ പരീക്ഷ വന്ന് അതിന്റെ റാങ്ക് ലിസ്റ്റ് ഒക്കെ വരാനായിട്ട് അടുത്ത വർഷം 2025 അവസാനമാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ അത്യാവശ്യം നല്ല സമയമുണ്ട്. ഇപ്പോൾ മുതൽ തന്നെ പഠിച്ചു തുടങ്ങണം. അപ്പോൾ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് ഇതുവരെ ഇനി ഒരു വർഷമില്ല, കുറച്ച് മാസങ്ങളൂടെ ഈ ലിസ്റ്റിന്റെ കാലാവധി ഉണ്ട്. 35 പേർക്ക് ഇതിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. 35 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇനിയും ഇതുപോലെ വേക്കൻസികൾ വരാൻ സാധ്യതയുള്ള ഒരു തസ്തിക തന്നെയാണ് ഈ പറഞ്ഞ സ്റ്റെനോഗ്രാഫർ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് മികച്ച ഒരു പോസ്റ്റ് ആണ്. ആ നേരത്തെ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളെ സംബന്ധിച്ച് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് വിനിയോഗിക്കുക.
ഉപയോഗിക്കുക. ഐ+ന്റെ കോഴ്സ് ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ഇപ്പോൾ എൻറോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഹൈ ക്വാളിറ്റി ക്ലാസ്സുകളും നോട്ടുകളും അതുപോലെ തന്നെ ക്ലിയർ ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസും ഒക്കെ നമ്മുടെ കോഴ്സിന്റെ ഭാഗമാണ്. PYQs അതുപോലെ MCQ ഡിസ്കഷൻസ് ഒക്കെ കോഴ്സിന്റെ ഭാഗമായിട്ടുണ്ടാകും. അപ്പോൾ ഒട്ടും വൈകണ്ട, ഐ+ന്റെ കോഴ്സിൽ എൻറോൾ ചെയ്യുക, അപ്ലൈ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.